Hi everyone. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. അപ്പോൾ ഇതിനു മുമ്പ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് അതുപോലെ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന സെക്ഷനിലൊക്കെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഇവിടെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന സെക്ഷനിൽ എക്സസൈസ് 1.3 എക്സസൈസ് 1.3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 1.3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഫ്രം 134 to 125, f from 134 to 125 and g from 125 to 13 be given by f എന്താണ് f equal to ഫംഗ്ഷൻ f എന്താന്ന് പറയുന്നുണ്ട്. f equal to 1 2 3 5 4 1 2 3 5 4 1 g എന്ന് പറയുന്നത് 1 3 2 3 5 1 1 3 2 3 5 1 exercise 1.2 1.3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. exercise 1.3യിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ചോയ്സിലുള്ള എഫ് തന്നു, ജി തന്നു. ചോയ്സിലുള്ള റൈറ്റ് ഡൗൺ ജി ഡോട്ട് എഫ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ജി ഡോട്ട് എഫ്. ഇപ്പൊ ജി ഡോട്ട് എഫ് എന്താണ്? കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ആദ്യത്തെ തിയറി അറിയാമെങ്കിൽ മനസ്സിലാവും. ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജി ഡോട്ട് എഫ് ഫ്രം എവിടുന്ന് എവിടേക്കായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? ജി ഡോട്ട് എഫ് 134 to 13 ആയിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ജി ഡോട്ട് എഫ് എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? 134 to 13 ആയിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ജി ഡോട്ട് എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ഇതൊരു എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി ആണെങ്കിൽ ജി ഡോട്ട് എഫ് ഈസ് ഫ്രം എ ടു സി. അതിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചാൽ മനസ്സിലാവും. എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി ആണെങ്കിൽ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ഇവിടുന്ന് ഇതിലേക്ക്. കാരണം ഇത് രണ്ടും കോമൺ, അത് രണ്ടും ഒഴിവാക്കുക, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് രണ്ടും ഒരുപോലുള്ളതാണ്. രണ്ടും ഒഴിവാക്കിയാൽ ജി ഡോട്ട് എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടായിരിക്കും, ഈ സെറ്റിൽ നിന്ന് ഈ 13ലോട്ട്. അപ്പൊ അതെങ്ങനെ കാണാൻ നോക്കിയാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത്. ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സ്, ആദ്യം ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂസ് ആണ്. ഇവിടുന്ന് ആദ്യം എക്സിന് 1 എന്ന് കൊടുക്കുക. എക്സിന് ഈ സെറ്റിൽ നിന്നാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഈ സെറ്റിൽ നിന്നാണ് ഇതിലോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എലിമെന്റ് എന്ന് പറയുന്നത് 1 ഏതിലേക്ക് മാപ്പ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി എഫ് ഓഫ് 1, ജി ഓഫ് എഫ് ഓഫ് 1 എത്ര നോക്കാം? ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2, ജി ഓഫ് 2 ഈക്വൽ ടു 3, അതായത് ഇതിന്റെ അർത്ഥം ജി ഡോട്ട് എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് 2 ഈക്വൽ ടു 3. ഇതാണ് ജി ഡോട്ട് എഫ് ഓഫ് 1. അതായത് ജി ഡോട്ട് എഫ് എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇവിടുന്ന് ഇവിടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്തെന്ന് പറയുമ്പോൾ ഈ എലമെന്റ്സ് ഏതിലോട്ടാണ് മാപ്പ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് എലമെന്റ്സ് ഇതാണ് വരിക. ഇതിന്റെ ഓരോ ഇമേജസ് എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് 1, 1ന്റെ ഇമേജ് എന്ന് പറയുന്നത് 3. ഇനി അടുത്ത് അപ്പോൾ 1 3 കിട്ടി, ഒരു എലമെന്റ് 1 3. ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ജി ഡോട്ട് എഫ് ഓഫ് 3 നോക്കാം. ജി ഡോട്ട് എഫ് ഓഫ് 3
3 എടുക്കുമ്പോൾ g of f of 3 എന്ന് പറയുന്നത് 5 f of 3 എന്ന് പറയുന്നത് 5 g of 5 എന്ന് പറയുന്നത് 1 അപ്പോൾ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് 3 1. ഇനി ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് 4 g dot f of 4 ആണ്. g dot f of 4 എന്ന് പറയുന്നത് g of f of 4 equal to f of 4 എന്ന് പറയുന്നത് 1. അപ്പോൾ g of 1 equal to 3. അതായത് 4 3. അതാണ് ലിസ്റ്റ് ദ എലമെന്റ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റൈറ്റ് ഡൗൺ g dot f. അപ്പോൾ g dot f equal to ഇതാണ് ലഭിക്കുന്നത്. g dot f equal to ഇവിടെ എഴുതുന്ന ആൻസർ g dot f equal to 1 3 3 1 4 3. ഇതാണ് g dot f എന്ന് പറയുന്നത്. നമ്മൾ ഓരോ എലമെന്റ്സും കണ്ടെത്തി ഇവിടെ ഓരോ എലമെന്റ്സിന്റെ ഇമേജ്. അതായത് g dot f എവിടുന്ന് എവിടേക്കായിരിക്കും? ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടാണ് g dot f വരുന്നത്. ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി g dot f എന്ന് പറയുന്നത് g of f of x അത് ഇവിടുന്ന് ഇവിടേക്കാണ് ഉണ്ടായിരിക്കുക. ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടാണ് ഉണ്ടായിരിക്കുക. ഓരോന്നിൻ്റെ 1ന്റെ എടുക്കുമ്പോൾ 1 2 എങ്ങോട്ടാണ് മാപ്പ് ചെയ്തത്? 2 3യിലോട്ടാണ് മാപ്പ് ചെയ്തത്. അപ്പോൾ 1 3 ആയിരിക്കും ഫസ്റ്റ് എലമെന്റ്. അതുപോലെ ഇനി 3 എടുക്കുക, 3 5ലോട്ട് 5 1ലോട്ട്. അപ്പോൾ 3 1. അതായത് ഇത് എഴുതി ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. ഇത് പെട്ടെന്ന് കാണാൻ വേണ്ടി ഒബ്ജക്റ്റീവ് മോഡലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടി. അതുപോലെ ലാസ്റ്റ് എലമെന്റ് പറയുന്നത് 4 1ലോട്ട് 1 3ലോട്ട്. അപ്പോൾ 4 3. അങ്ങനെയാണ് g dot f കാണുന്നത്. g dot f g of f of x. അപ്പോൾ അത് എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയാം. f ഫ്രം a to b, അതുപോലെ g ഫ്രം b to c ആണെങ്കിൽ g dot f a to c ആയിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. a to c അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. a to c അത് ഓരോന്ന് നമ്മൾ കണ്ടു. ഓരോ എലിമെന്റ് എങ്ങനെ കാണുന്നതെന്ന് നമ്മൾ കണ്ടു. അതങ്ങനെ മാപ്പ് ചെയ്ത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഒബ്ജക്റ്റീവ് മോഡൽ കാണുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി വേറെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് ഫൈൻഡ് g dot f and f dot g if, അതായത് തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട്. തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത്. ഫൈൻഡ് g dot f and f dot g if. തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട് f of x equal to 8x cube, g of x equal to x raised to 1/3. ഈ കാണാൻ ചോദിച്ചിട്ടുള്ളത് f dot g dot f. ഇത് രണ്ടുമാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ f dot g എന്ന് പറയുന്നത് f dot g equal to f of g of x equal to f of g of x എന്നാണ് x raised to 1/3. f of x raised to 1/3. f of x എന്താണ്? 8x cube. f of x തന്നിട്ടുള്ളത് 8x cube. x ആകുമ്പോൾ ഇവിടെ 8x cube. അപ്പോൾ x raised to 1/3 ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ x raised to 1/3 ആകുമ്പോൾ x-ന് പകരം x raised to 1/3 കൊടുക്കുക. അതായത് x ആകുമ്പോൾ ഇവിടെ x. അപ്പോൾ x raised to 1/3 ആകുമ്പോൾ x raised to 1/3. അപ്പോൾ എങ്ങനെ വരും? 8x raised to 1/3 whole cube. ഇനി നമുക്കൊരു ഫോർമുല മാത്സിൽ അറിഞ്ഞിരിക്കണം. ഇത് ബേസിക് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. x raised to a whole raised to b എന്ന് പറയുന്നത് x raised to ab ആണ്. x raised to a whole raised to b എന്ന് പറയുന്നത് x raised to ab ആണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ x raised to 1/3 whole raised to 3 എന്ത് വരും? 8x raised to 1/3 into 3 equal to 8x. അപ്പോൾ എന്ന് പറയുന്നത് f dot g എന്താണ്? 8x. f dot g equal to f of g of x. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. f of g of x equal to എന്ത് കഴിച്ചു? സോൾവ് ചെയ്തപ്പോൾ 8x. f dot g എന്ന് പറയുന്നത് 8x ആണ്. ഈ g dot f എന്താണെന്ന് നോക്കാം.
g dot f. g dot f എന്താണ് കണ്ടുനോക്കാം. g dot f എന്ന് പറയുന്നത് g dot f equal to g of f of x equal to g of f of x എന്ന് പറയുന്നത് 8x cube. g of 8x cube. ഇവിടെ x ആകുമ്പോൾ ഇവിടെ എന്തായിരുന്നു? ഇവിടെ x. ഇവിടെ x ആകുമ്പോൾ ഇവിടെ x. അങ്ങനെയാണെങ്കിൽ 8x cube ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 8x cube വരും. 8x cube all raised to 1/3. ഈ 8x cube all raised to 1/3 എന്ന് പറയുന്നത് വേറൊരു ഇതുണ്ട്. എ ബി റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ബി റേസ് ടു എൻ. എ ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ബി റേസ് ടു എൻ. അങ്ങനെയാണ് ഇതെന്ത് വരും? 8 റേസ് ടു 1/3 എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3. 8 റേസ് ടു 1/3 എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3. ഈ 8 റേസ് ടു 1/3 എന്നുള്ളത് 8ന്റെ ക്യൂബിക് റൂട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. 8ന്റെ ക്യൂബിക് റൂട്ട് അല്ലെങ്കിൽ ഏതിന് ക്യൂബ് ചെയ്താലാണ് 8 കിട്ടുക നോക്കുക. ഏതിന് ക്യൂബ് ചെയ്താലാണ്? 1ന്റെ ക്യൂബ് എത്രയാണ്? 1. 2ന്റെ ക്യൂബ് എത്രയാണ്? 2 × 2 × 2 8. അപ്പോൾ 2 തന്നെ ചെറിയ സംഖ്യയുടെ ക്യൂബാന്ന് മനസ്സിലാവും. 8 എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ആണല്ലോ. അപ്പോൾ ഏതിന് ക്യൂബ് ചെയ്യുമ്പോഴാണ്? 2നെ ക്യൂബ് ചെയ്യുമ്പോഴാണ് 8 ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 8ന്റെ ക്യൂബിക് റൂട്ട് എന്താണ്? 2. 8ന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുന്നത് 2. അതുപോലെ എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3 എന്താണ്? സോറി, ഇവിടെ നേരെ തിരിച്ചാണ്. എക്സ് റേസ് ടു 3 ഓൾ റേസ് ടു 1/3 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3 × 1/3. നേരത്തെ പറഞ്ഞ ലോനെ എക്സ് റേസ് ടു എ ഓൾ റേസ് ടു ബി എന്ന് പറയുന്നത് എക്സ് റേസ് ടു എ ബി. അതാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സ് റേസ് ടു എ ഓൾ റേസ് ടു ബി എന്ന് പറയുന്നത് എക്സ് റേസ് ടു എ ബി. അപ്പോൾ 3 × 1/3 1. അപ്പോൾ 2x. നേരത്തെ വെച്ച് 8x. അപ്പോൾ എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് 8x, ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് 2x. ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് 2x. അതാണ് എഫ് ഡോട്ട് ജി, ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത്. എഫ് ഡോട്ട് ജി എന്ന് പറയുമ്പോൾ എന്ത് കണ്ടാൽ മതി? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ആ വാല്യൂസ് കറക്റ്റ് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്താണോ അത് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് ഇതെന്താണോ അത് നോക്കുക, അത് കാണുക, അത് സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 8x ക്യൂബ്. അപ്പോൾ അതിൻ്റെ ജി ഫംഗ്ഷൻ, ജിയിലുള്ള ഫംഗ്ഷൻ നോക്കുക. അപ്പോൾ 8x ഇവിടെ എന്താണ്? എക്സ് ആകുമ്പോൾ എക്സ്. അപ്പോൾ 8x ക്യൂബ് ആകുമ്പോൾ 8x ക്യൂബ്. എങ്ങനെയാണ് കാണുന്നത്? എക്സ് ആകുമ്പോൾ എക്സ്. അപ്പോൾ 8x ക്യൂബ് ആകുമ്പോൾ 8x ക്യൂബ്. 8x ക്യൂബ് ഇട്ടു അത് സോൾവ് ചെയ്യുക. ഇവിടെ ഇത് കൃത്യങ്ക നിയമം അല്ല, അത് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അതിൻ്റെ വേർഡ് കറക്റ്റ് അറിയില്ല. ഏതായാലും ഈ ലോസ് അറിഞ്ഞിരിക്കണം. ഇതുപോലെ പവേഴ്സ് ആയിട്ട് എഴുതുന്ന ലോസ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഓരോ ഇതിന് വാല്യൂ വരുന്നത് എക്സ് റേസ് ടു എ × എക്സ് റേസ് ടു ബി ഈക്വൽ ടു എക്സ് റേസ് ടു എ പ്ലസ് ബി, എക്സ് റേസ് ടു എ ബൈ എക്സ് റേസ് ടു ബി ഈക്വൽ ടു എക്സ് റേസ് ടു എ മൈനസ് ബി, 1/x റേസ് ടു എ ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് എ. അങ്ങനെ കുറേ ലോസ് വരുന്നുണ്ട്. ലോസ് അല്ലാതെ കുറേ ഫോർമുലാസ്, സിംപ്ലിഫൈ ചെയ്യാനുള്ള കുറേ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഓരോ പവേഴ്സ് ആയിട്ട് വരുമ്പോഴുള്ള ഓരോ ഫോർമുലാസ്. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ, f from R to R, f from R to R, f of x equal to 3 minus x cube all raised to 1/3. f of x equal to 3 minus x cube all raised to 1/3. ചോദിച്ചിട്ടുള്ള f dot f of x, f dot f of x ആണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/3 എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 1/3 എക്സ് ക്യൂബ്, എക്സ് 3 മൈനസ് എക്സ് ക്യൂബ്, എക്സ് 3 മൈനസ് എക്സ് ക്യൂബ്. ഇത്രയുമാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇപ്പോൾ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റേസ് ടു 1/3.
ചോദിച്ചിട്ടുള്ള എഫ് ഡോട്ട് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3. 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3. ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 ആകുമ്പോൾ ഇവിടെ ഇവിടെ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 ആകുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 വരണം. അപ്പോൾ 3 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3. 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 അതിന്റെ ക്യൂബ്. എക്സിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ എഴുതിയത്, അതിന്റെ ക്യൂബ്. ഇനി ഓൾ ബ്രാക്കറ്റ് ഒരു ക്യൂബ്. അതായത് എക്സ് വരുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ എക്സ്. അപ്പോൾ ഇവിടെ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 വരുമ്പോൾ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 എക്സിന്റെ പ്ലേസിൽ എഴുതി. ഇനി ഇവിടെ ഇതെന്ന് പറയുന്നത് 3 മൈനസ് എക്സ് ക്യൂബ് 1/3 ഇൻറ്റു 3 വരും. 3 മൈനസ് എക്സ് ക്യൂബ് 1/3 ഇൻറ്റു 3 ഹോൾ ക്യൂബ്. 1/3 ഇൻറ്റു 3 എത്രയാണ്? 1. അപ്പോൾ 3 മൈനസ് എക്സ് ക്യൂബ് വരും. 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ ക്യൂബ്. 3 മൈനസ് ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുക. അപ്പോൾ എന്ത് വരും? 3 മൈനസ് 3 പ്ലസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 3. 3 മൈനസ് 3 0. എക്സ് ക്യൂബ് സോറി ഇവിടെ ഓൾ റൈസ് ടു 1/3 ആണ്, ക്യൂബ് അല്ല. ഓൾ റൈസ് ടു 1/3 ഓൾ റൈസ് ടു 1/3 എന്നുള്ളതാണ്. ഇവിടെ ഓൾ റൈസ് ടു 1/3 എന്നുള്ളതാണ്, ക്യൂബ് അല്ല. ക്യൂബ് എന്നായിരുന്നു എഴുതിയിരുന്നത്, ഓൾ റൈസ് ടു 1/3 ആണ്. എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾ റൈസ് ടു 1/3. ഇത് എക്സ് ക്യൂബ് എന്ന് വരും. എക്സ് ക്യൂബ് ഓൾ റൈസ് ടു എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 ഈക്വൽ ടു 3 ഇൻറ്റു 1/3. നമ്മൾ പറഞ്ഞു ഈ ലോസ് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ആ ഫോർമുലാസ് ലോസ് അങ്ങനെയല്ല, ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ എക്സിന്റെ എക്സ് റൈസ് ടു 3 ഇൻറ്റു 1/3 ഈക്വൽ ടു എക്സ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ എഫ് ഡോട്ട് എഫ് ഓഫ് എക്സ് വെച്ച് എന്താണ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് കാണാം. എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എഴുതി. ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3. 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 ആകുമ്പോൾ ഇവിടെ 3 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് സോൾവ് ചെയ്യാം. 3 ഇൻറ്റു 1/3 1 ആവും, അത് ഇവിടെ കിട്ടി. അതിൻ്റെ ശേഷം ഇത് 3 മൈനസ് 3 ആകും, എക്സ് ക്യൂബ് മാത്രമാവും. എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3 വരും. എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/3നെ 3 ഇൻറ്റു 1/3 ചെയ്ത 1 എക്സ്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് സെക്ഷൻ ഓഫ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇൻവേർട്ടിബിൾ ആൻഡ് കമ്പോസിറ്റ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന സെക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി വേറെയും കുറച്ച് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.